Hello guys, welcome back to AJS. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ അമ്മ വാഗമണ്ണൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വാഗമണ്ണ് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ വാഗമണ്ണിൽ പോയിട്ടുണ്ട്. വർക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത്, അല്ലാതെ വേറെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഇതാണ് ഫസ്റ്റായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ പോകുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വാഗമണ്ണ് എല്ലാവരും പോയിട്ടുണ്ടാവും, അപ്പോൾ പോകാത്തവർക്ക് വേണ്ടി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പോയവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മൾ ഇപ്പം ഭരണങ്ങാനം എത്തിയിരിക്കുകയാണ്. ഭരണങ്ങാനം പള്ളിയുടെ ഒക്കെ അടുത്തെത്തി. ഇതാണ്, ഇവിടെയാണ് പള്ളി വരുന്നത്. പള്ളിയുടെ ഒക്കെ അടുത്തെത്തി. അപ്പം ഭരണങ്ങാനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ട്രാഫിക്കാണ് ഗൈസ്. നമുക്കൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നോക്കാൻ നേരത്ത് ഗിയർ ഓയിൽ കുറഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഗിയർ ഓയിൽ മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് മേടിക്കണം. ഇന്ന് എന്നാന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ്, അതായത് തിരുവോണം കഴിഞ്ഞ് അടുത്ത ദിവസമാണ്. അപ്പം കടകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് സെറ്റ് ചെയ്യണത്. നമുക്ക് പോകുന്ന വഴിക്ക് മേടിച്ച് ഒഴിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കടയില്ലെങ്കിൽ മൂഞ്ചും. അപ്പം നമ്മൾ ഓയിൽ മേടിച്ച്, നമ്മളിപ്പോൾ പേട്ടയിലാണ് ഉള്ളത്. പേട്ടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓയിൽ മേടിച്ചത്. ഓയിൽ മേടിച്ചിരിക്കുകയാണ്. ഓയിൽ മേടിച്ചു. നമ്മൾ ഈരാട്ടുപേട്ട നിന്നാണ് ഓയിൽ മേടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ തീക്കോയി ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ എവിടെയെങ്കിലും വണ്ടി കുറഞ്ഞ, അതായത് തിരക്കില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് നോക്കാം, ഒഴിച്ച് നിറച്ചിടാം. പക്ഷേ ചെറിയൊരു പിടുത്തമുണ്ട് ഗിയർ ഇടുമ്പോഴത്തേനും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് പോവാം. ശകലം തിരക്കൊക്കെയാണ്. ഈരാട്ടുപേട്ട പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ശകലം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈരാട്ടുപേട്ട എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇടത്തോട്ടാണ് പോകണ്ടേ. ഓക്കെ, അങ്ങനൊരു പാലം കുറച്ച് ദൂരം പോകുമ്പോഴത്തേനും വലത്തോട്ടൊരു പാലമുണ്ട്. ആ പാലം കയറിയാണ് നമ്മൾ പോകുന്നത്. ഈരാട്ടുപേട്ടയാണ്. ഈരാട്ടുപേട്ടയിൽ അങ്ങോട്ട് ആ പാലം കയറിയാണ് പോകുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ അറിയാം, പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വലിയ പിടുത്തമില്ല. നമുക്ക് ചോദിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ാണ് ഇവിടുന്നാണ് വലത്തോട്ട് പോകേണ്ടത്. അങ്ങോട്ട് നോക്കിയ ഗൈസ്, ഇത് അവിടുന്ന് മീനച്ചിൽ 6 ചെറിയൊരു ഷോർട്ട് വഴിയാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ ആ പേട്ട മൊത്തത്തിൽ ഇറങ്ങി പൂഞ്ഞാറ് പോകുന്ന വഴിക്ക് കയറിയിട്ട് അവിടുന്ന് നേരെ തീക്കായി വരണം. തീക്കായി പോകുന്ന വഴിയിലോട്ട് കയറണം. ഇതാകുമ്പം ഇടയ്ക്ക് ചെറിയൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇതിനെ പോകണമെങ്കിൽ എളുപ്പമാണ്. ഒരുപാട് കരിക്ക് കടയും അങ്ങനത്തെ കടകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ തീക്ക
തീക്കോയി കഴിഞ്ഞിരിക്കുകയാണ്. തീക്കോയി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് ഫുള്ള് മലയും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗൈസ് കടകളൊക്കെ ഇപ്പം അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ പാലായിലാണെങ്കിൽ അധികം കടകളില്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞായറാഴ്ച അല്ല, ശനിയാഴ്ചയാണ് തിരുവോണം കഴിഞ്ഞിട്ട് ഉള്ള ഡേറ്റ് ആണ്. അപ്പം തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഓർത്തത്. പക്ഷേ എല്ലാവരും അവധി എടുക്കുമെന്നാണ് ഓർത്തത്. പക്ഷേ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ചിലതെല്ലാം ഒട്ടുമിക്ക ഇങ്ങോട്ട് ഈ പേട്ട സൈഡിൽ വന്നപ്പോഴത്തേനും ഒട്ടുമിക്ക കടകളും തുറന്നിട്ടുണ്ട്. ഇതാണ് തീക്കോയിലെ അടുത്തൊരു ജംഗ്ഷൻ, ഇതാണ് അടുത്തൊരു പള്ളി. ഓ ഗൈസ്, ഇവിടുന്ന് ട്രാഫിക് തുടങ്ങുവാന്ന് തോന്നുന്നു ഗൈസ്. ചെറിയ വഴിയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളൊരു സ്ഥലത്ത് ഒതുക്കിയിരിക്കുകയാണ്. നമ്മൾ ഓയിൽ മേടിച്ച് നമുക്ക് ഒന്ന് ഒഴിച്ചൊന്ന് റീഫിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പണി. നമ്മളൊരു ഇല കിട്ടി, അതിൻ്റെ അകത്താണ് ഒഴിക്കുന്നത്. ഇലക്കകത്ത് ഒഴിച്ചിട്ട് അവിടുന്ന് നേരെ ഗിയർ ബോക്സിൻ്റെ അകത്ത് പോകുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ഫില്ല് ചെയ്താൽ മതി. ഏകദേശം കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓയിൽ കുറയുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ഗിയർ സെലക്ടറിൻ്റെ അവിടെ വരുന്ന ഒരു ഓയിലിൻ്റെ ആ ഒരു സീല് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റീഫിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ റീഫിൽ ചെയ്യേണ്ട കാര്യമില്ല. അളവ് വരുമ്പോഴത്തേനും കിലോമീറ്റർ ആകുമ്പോഴത്തേനും ഓയിൽ മാറി വിട്ടാൽ മതി. ഗൈസ് ആയിട്ടുണ്ട്, ഫുള്ള് ആയിട്ടുണ്ട്. ഫുള്ള് ഇനി കൂടുതലാണോ എന്ന് അറിയത്തില്ല. കൂടുതലായാലും വിഷയമില്ല, എന്നാന്ന് വെച്ചാൽ ലീക്കുള്ളതുകൊണ്ട് കൂടുതലായി ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഗൈസ്, നമ്മൾ ഓയിൽ മാറി, ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയാണ്. എന്നാന്ന് വെച്ചാൽ കുറച്ചും കൂടെ അപ്പുറം മാറുവാണെങ്കിൽ മാർമല അരുവി പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റാർട്ടാക്കാം. വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുന്നുണ്ട്. നമ്മൾ സർവീസ് ചെയ്തതിൻ്റെ ഒരു ഗുണമാണത്. സീറ്റ് ബെൽറ്റ് ഇടാം, പോവാം. കുറേ വണ്ടി വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, എടുക്കാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. മറ്റേ പണ്ടത്തെ ആ ഒരു പിടുത്തമെല്ലാം പോയി. ഗൈസ്, അതുകൊണ്ട് ആ ചേട്ടൻ പോകുന്ന വഴിയുണ്ടോ, ആ ചുമന്ന ഷർട്ട് ബനിയനിട്ട ചേട്ടൻ, അതാണ് മാർമല അരുവിക്ക് പോകുന്ന വഴിയാണ് ആ വഴി. അപ്പോൾ ആ വഴി പോകാതെ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മൾ വാഗമണ്ണ് പോകുന്ന മെയിൻ വഴി. നമ്മൾ ഈരാട്ടുപേട്ട നിന്ന് വാഗമണ്ണ് പോകുന്ന വഴി. ഇതിനെന്ന് വെച്ചാൽ അടിപൊളി റോഡൊക്കെയാണ്, പക്ഷേ വീതിയില്ല, വീതി ഒട്ടുമില്ല. വീതി രണ്ട് ബസ്സൊക്കെ വരുവാണെങ്കിൽ പയ്യെ കഷ്ടിച്ചേ പോകുന്നുള്ളൂ. പിന്നെ പോരാത്തതിന് നല്ല വളവുമുള്ള വഴിയാണ്. ഇന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ കാര്യക്ഷമതയൊക്കെ ഇന്ന് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ ചെറുതാട്ടോ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഗൈസ്, ഇപ്പം നമ്മൾ ഏകദേശം വാഗമണ്ണ് ഇനി ഏകദേശം ഒരു 7-8 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ആ പോകുന്ന വഴിയിലെ കാഴ്ച എന്ന് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങോട്ട് നോക്കൂ ഗൈസ്, അടിപൊളി. ഗൈസ്, നമ്മളൊരു കാര്യം വിട്ടുപോയി ഗൈസ്. ഈ ഒരു സ്ഥലം കണ്ടോ ഗൈസ്,
നമ്മൾ ആദ്യം കാണിച്ച വേറൊരു സ്ഥലമാണ്. ഈ ഒരു രൂപക്കൂടിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ലേലൻ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇതാണ് വെള്ളികുളം എന്ന് പറയുന്നത് സ്ഥലം. അപ്പുറത്ത് വേറെ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കൂട് കഴിഞ്ഞിരിക്കുകയാണ്. അമ്മേനെ കാണിച്ചു ഗൈസ്, അമ്മേനെ കാണിച്ചു ഗൈസ്. ഇങ്ങോട്ട് നോക്ക്, ഒരാളുകൂടെ അപ്പൊ ഒരു കൂട് പോക്കാൻ തീർന്നിരിക്കുകയാണ്. ഫോട്ടോകളൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ മക്കളോടൊപ്പം വാഗമണ്ണ് പോകുമ്പം അടിച്ചു പൊളിച്ച് ജീവിതത്തിലെ ആദ്യത്തെ നല്ല ഒരു എൻജോയ്മെന്റ് ആയിട്ട് പോകുന്നു മക്കളുടെ ഒപ്പം. അടിപൊളി ഗൈസ്. ഗൈസ് ഇപ്പം നമ്മൾ ഏകദേശം ടെമ്പറേച്ചർ നമ്മൾ പാലായേക്കാളും ടെമ്പറേച്ചർ ശൈലം താന്നിട്ടുണ്ട്. ഏകദേശം അടുത്തെത്താറായി. നമ്മളൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലം എത്താറായി. അങ്ങോട്ട് നമുക്ക് ഗൈസ് ഇവിടെ നമുക്ക് ട്രാവലറൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അവിടെ ടൂറിന് വന്ന ആൾക്കാരൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് ഒരു വെള്ളച്ചാട്ടം ചാടുന്നത് നോക്കി. അടിപൊളി കുളപ്പ ലൊക്കേഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ലൊരു എൻജോയ്മെന്റ് അതേ പറയാനുള്ളൂ. അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എൻജോയ്മെന്റ് ഗൈസ് നോക്കൂ, അടിപൊളിയാട്ടോ ഗൈസ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഗൈസ് അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങനെ ലൊക്കേഷൻ മാത്രം ഇതായിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ഇവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും പോകുന്നില്ല. നമ്മൾ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടിപൊളി വ്യൂ പോയിന്റ് നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നമ്മളെ ആദ്യത്തെ ബ്ലോക്ക് ഗൈസ് നോക്കൂ, ആദ്യത്തെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. എന്നെ കണീറേ, ആദ്യത്തെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര നേരം നിൽക്കുമെന്ന്. അപ്പോൾ പോകുന്നുണ്ട് ഗൈസ്. പുറകെ ഒരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്. അവിടെ കാണിച്ചു കൊടുത്താൽ തിരക്കെന്ന് പറഞ്ഞാൽ അബ്ദുക്കുട്ടി തിരക്കാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ ഇടുക്കിയിലോട്ട് കയറിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. തിരക്കെന്ന് പറഞ്ഞാൽ അന്യ തിരക്കാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ഗൈസ് ഒരു മിന്നൽ പോലെയാണ് നമ്മുടെ കാലാവസ്ഥ മാറിയത്. നോക്കി, കാലാവസ്ഥ മൊത്തം മഴയുടെ ഒരു ഇതായി. നോക്കാം, ഫുള്ള് വണ്ടി ബ്ലോക്കാണ്, തിരക്കാണ് ഫുള്ള്. എന്നാന്നും അറിയത്തില്ല അങ്ങനെ. അപ്പം നമ്മൾ
ഇവിടെ വെച്ച് കട്ടാക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ ഒന്ന് ലെങ്ത് ആയി പോകുന്നുണ്ട്. മീൻസ് ഇവിടെ വെച്ച് കട്ടാക്കിയിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വ്യൂ ഒക്കെ കാണിച്ചു തരാം. കാശ് അതുകൊണ്ട് അതൊരു മലയാണ്, അതൊരു മലയാണ്. മലയുടെ പേരൊന്നും അറിയത്തില്ല ഗൈസ്. ഇപ്പോഴാണ് വണ്ടി പയ്യെ പയ്യെ മേളിലോട്ട് നീങ്ങി തുടങ്ങിയിരിക്കുന്നത്. ഫുഡ് കഴിച്ചായിരുന്നു ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് വലിയ സുഖം തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു. വണ്ടി പോകുന്നുണ്ട്, സൈഡിൽ കൂടെ ചെറുതായിട്ട് ഓടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല ഗൈസ്, ഇപ്പോഴാണ് രണ്ടാമത്തെ ഗിയർ ഇട്ടത് കേട്ടോ. ഇത്ര നേരം ബ്ലോക്ക് ആയിരുന്നു. അടുത്ത ബ്ലോക്ക് വന്നു ഗൈസ്. അടുത്ത ബ്ലോക്ക് വന്നു ഗൈസ്. അപ്പം നമ്മള് ഒരു ചായ കുടിക്കുന്ന ഒരു സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം. ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്, നമുക്ക് പോകാൻ പറ്റിയില്ല. ഇതുകൊണ്ടോ ഫുള്ള് ബ്ലോക്കാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യുകയാണ്. പകുതി നമുക്ക് ഒരു ആളില്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇത്ര ആൾ ഉണ്ടെന്ന് കരുതിയില്ല. ഇപ്പം തന്നെ ഏകദേശം 5 മണിയാകാറായി. നമ്മൾ ഒരു 12 മണിയൊക്കെ ആകുമ്പം ഇറങ്ങിയതാണ്. പക്ഷേ തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ്. നമുക്ക് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റാത്ത കൂടി തിരക്കാണ്. അപ്പം നമ്മളിപ്പം ചായ കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് അങ്ങോട്ട് പുറകോട്ട് പോകാം. പുറകോട്ട് പോയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പോവാം. വേറെ രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. കാഴ്ച വാഗമണ്ണ് പോകുന്ന വഴിക്ക് നമ്മളൊരു കാഴ്ച കണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ, എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമല്ലേ? ഇത് വാഗമണ്ണ് പോകുന്ന വഴിക്കാണ്. അതേ കൂടെയാണ് നമ്മൾ കയറി വരുന്നത്. നമ്മളിപ്പം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ വരുന്നുണ്ട്. സൂക്ഷിച്ച് കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ ഗൈസ്, കണ്ടോ